എത്ര നേരായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ബസ് പോലും വരുന്നില്ലല്ലോ. ഇന്നിനി വല്ല മിന്നൽ പണിമുടക്കോ മറ്റോ ആണോ? എടാ, ആ കരിനാക്ക് എടുത്ത് വളയ്ക്കാതെ ഇന്നെന്റെ പപ്പിക്കുട്ടിയെ കുത്തിവെക്കാൻ കൊണ്ടുപോവേണ്ട ദിവസമാ. എടാ, നിന്റെ പട്ടിയെ കുത്താൻ വേണ്ടി എന്തിനാ ഇത്ര മെനക്കെട്ട് മൃഗാശുപത്രി വരെ പോകുന്നേ? നീ അതിനെ ഇങ്ങ് കൊണ്ടുവാ, ഞാൻ അതിനെ കുത്തിത്തരാം. വേണേ 2 തൊഴിയും കൂടെ തരാം. ആ ബസ് കാശ് എനിക്ക് തന്നാ മതി. അല്ല മോനെ, കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ബസ്സുണ്ടോ? കൊട്ടാരക്കരയൊക്കെ മരിച്ചിട്ട് എത്ര കാലായി ചേട്ടാ. കൊട്ടാരക്കര ഒരു പഴയ സിനിമാ നടനല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടാ, കൊട്ടാരക്കരക്ക് ഇപ്പൊ ബസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പണ്ട് അടൂർ പാസിക്ക് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ കാര്യം ഞാൻ വേണേ അന്വേഷിച്ച് പറഞ്ഞു തരാം. ഇവന്മാർക്ക് എന്താ വട്ടാണോ? എടാ, അയാള് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പം ബസ് ഉണ്ടോ എന്നാ ചോദിച്ചേ. ഈശ്വര, ഇനിയിപ്പോ എനിക്കാണോ വട്ട്? അത് പണ്ട് മാറിയതാണല്ലോ. ഏതായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോവാം. എടാ ടിൻഡു, നമുക്ക് ബസ് വരുന്നത് വരെ അന്താക്ഷരി കളിക്കാം. അന്താക്ഷരിയോ? അതൊന്നും എന്റെ സ്റ്റാൻഡേർഡിനൊത്ത കളിയല്ല മോനെ. ഓ, നിന്റെ ഒരു സ്റ്റാൻഡേർഡ്. എന്നാ നീ പറ, നിന്റെ സ്റ്റാൻഡേർഡിനൊത്ത കളി എന്താണെന്ന്. നമുക്കത് കളിക്കാം. നമുക്ക് നുണ പറഞ്ഞ് കളിക്കാം. ഏറ്റവും നന്നായി നുണ പറയുന്ന ആൾക്ക് ദീപുവിന്റെ ഈ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും. ഹായ്, അത് നല്ല ഐഡിയ. ഞാൻ റെഡി. എന്ത്? എന്റെ പട്ടിക്കുട്ടിയോ? അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി, ഞാൻ സമ്മതിക്കില്ല. എടാ, നീ ടെൻഷൻ അടിക്കണ്ട. ഏതായാലും നീ തന്നെ ആവും ഏറ്റവും നന്നായി നുണ പറയുക. അപ്പൊ നിനക്കൊരു പട്ടിക്കുട്ടിയെ ഫ്രീ ആയി കിട്ടില്ലേ? ആ, അത് ശരിയാണല്ലോ. അങ്ങനെയാണ്, ഞാനും ഉണ്ട്. അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കൂ. അപ്പൊ ആദ്യത്തെ നുണ ചിഞ്ചു പറഞ്ഞോളൂ. ഞാൻ പണ്ട്. അയ്യോ, ചതിച്ചു. എന്താ ടിൻഡു? ദേ, ആ ഉപദേശി മാഷ് വരുന്നുണ്ട്. ഇന്നിനി ഉപദേശിച്ചു കൊല്ലും. എന്താ മക്കളെ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ ഞങ്ങളൊരു കളി കളിക്കുകയാ. ആഹാ, കളിയോ? എങ്കിൽ അങ്കിളിനെ കൂടെ ഒന്ന് കൂട്ടുവോ? ഓ, അതിനെന്താ, ഞങ്ങൾ നുണ പറഞ്ഞു കളിക്കുകയാ. ഏറ്റവും നല്ല നുണ പറയുന്ന ആൾക്ക് ദേ ഈ ദീപുവിന്റെ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും. എന്ത് നുണ പറഞ്ഞു കളിക്കേ? നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. അങ്കിളെ, അതൊരു തമാശക്ക്. എന്ത് തമാശ? നുണ പറയുന്നതാണോ തമാശ? മക്കളെ, തമാശയ്ക്ക് പോലും നുണ പറയാൻ പാടില്ല. അതും പോരാഞ്ഞു നുണ പറയുന്ന ആൾക്ക് പട്ടിക്കുട്ടി സമ്മാനവും. ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ദീപു, ആ പട്ടിക്കുട്ടിയെ മാഷിനങ്ങ് കൊടുത്തേ. കൺഗ്രാറ്റുലേഷൻസ് അങ്കിൾ. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ നുണ അങ്കിൾ ഇപ്പൊ പറഞ്ഞു. ദാ പട്ടിക്കുട്ടി സമ്മാനം. എടാ ടിൻഡു, നീ കളിക്കാനൊന്നും വരുന്നില്ലേ? നീ കണ്ടില്ലേ, ഞാൻ പഴയ ടിൻഡു അല്ല. ഞാനാ ഇപ്പം ഈ ഹോട്ടലിന്റെ മാനേജർ. പിന്നെ അവന്റെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ഒന്ന് പോടാ. ഏതായാലും നീ ഇരിക്ക്, ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചേച്ചു പോകാം. അയ്യോ വേണ്ട, എനിക്ക് കുറച്ചു കാലെങ്കിലും ജീവിച്ചിരിക്കാൻ കൊതിയുണ്ട് മോനെ. അവന്റെ ഒരു തമാശ. എടാ, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാ, നീ ഒന്ന് കഴിച്ചു നോക്ക്. എടാ, എന്റെ കയ്യില് 10ന്റെ പൈസ ഇല്ല. എടാ, നീ ആദ്യമായിട്ട് എന്റെ ഹോട്ടലിലേക്ക് വന്നതല്ലേ, കാശൊന്നും വേണ്ട, ഫ്രീയാ. നീയാ യഥാർത്ഥ ചങ്ങാതി. കേട്ടിട്ട് എനിക്ക് കുളിര് തോന്നുന്നു. കുളിര് മാറ്റാ ഒരു കമ്പിളി തരട്ടെ? വേണ്ട, ഒരു ചൂട് ചായ മതി. ഡേയ് ബാബു, ഒരു ചൂട് ചായ. അല്ല ടിൻഡു, ആ കണ്ണാടി കൂട്ടിലെന്താ കുറെ ചില്ലറ പൈസ ഇട്ട് വെച്ചിരിക്കുന്നേ? അത് സമ്പാദ്യപ്പെട്ടിയാ? അത് ദോശയാ. ദോശയോ? പിശുക്കി പിശുക്കി ദോശ ഇത്രയും ചെറുതായോ? എടാ, സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ, പിടിച്ചു നിൽക്കണ്ടേ? അല്ല, അതെന്താ? ആ പ്ലേറ്റിൽ നിറയെ ഓലപ്പടക്കമാണല്ലോ, അതിന് വിഷു ആയില്ലല്ലോ. അത് ഓലപ്പടക്കം അല്ലടാ, സമൂസയാണ്. കഷ്ടം കഷ്ടം. എടാ, ഇവിടെ എല്ലാ സാധനങ്ങളും ചെറുതായി വരികയാണല്ലോ, ഇവിടെ വലുതായിട്ടൊന്നുമില്ലേ? പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, സാധാരണ ഹോട്ടലിനേക്കാൾ ഒരു 3 ഇരട്ടി വലിപ്പം കൂടുതലാ അതിന്. എന്തായാലും അത് കൊണ്ടുവാ. എന്താടാ ഇത്, വളയാണോ? വളയല്ല, വട. കണ്ടില്ലേ ഇതിന്റെ ദ്വാരം? സാധാരണ വടയേക്കാൾ ഒരു 3 ഇരട്ടി വലിപ്പം കൂടുതലാ ഇതിന്. ഇനി വലുതില്ല എന്നുള്ള വിഷമം വേണ്ട.
എടാ നിനക്ക് ഇന്ന് ഫാൻസി ഡ്രസ് മത്സരം ഉള്ളതല്ലേ, എന്നിട്ടാണോ നീ വെറുതെ സമയം കളയുന്നത്? അത് 4 മണിക്കല്ലേ അമ്മേ. വേഗം ചെന്ന് റെഡി ആവടാ. നീയേ പോലീസ് വേഷത്തിലാ മത്സരിക്കുന്നത്. കുളിച്ച് റെഡിയാവ്. മത്സരം കഴിഞ്ഞു വന്ന ആ സമയം ഇരുന്ന് പഠിച്ചോളണം. നിന്നെ ഒരു ശാസ്ത്രജ്ഞനാക്കണം എന്നാ എന്റെ ആഗ്രഹം. എനിക്ക് ടിപ്പർ ഡ്രൈവർ ആയാ മതി അമ്മേ. ടിപ്പർ ഡ്രൈവറോ? അതെന്തിനാടാ? കാണുമ്പോ തന്നെ എല്ലാവരും പേടിച്ച് സ്ഥലം വിടും. ഓ, ഇങ്ങനെ ഒരു കോന്തൻ. അമ്മ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഒരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ട്. അതെയോ? എന്താടാ? എന്താ എന്റെ പൊന്നുവാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഞാനൊരു പുതിയ തരം രോഗാണുവിനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. രോഗാണുവിനെയോ? കൊള്ളാം കൊള്ളാം, പുതിയ രോഗാണു. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്നെ ഈ ലോകം മുഴുവനും അറിയും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു വലിയ കാര്യം കൂടി ചെയ്യും. എന്താടാ ആ വലിയ കാര്യം? ആ രോഗാണുവിന് ഞാൻ അമ്മയുടെ പേരിടും, ജാനകി രോഗാണു. നിർത്ത്, വണ്ടി നിർത്ത്. എടോ, താനെന്താടോ ഇവിടെ നിൽക്കുന്നത്? സത്യം പറ, താൻ സിഗരറ്റ് വലിച്ചില്ലേ? സ്മെല്ലുണ്ടല്ലോ. അത് സാറേ നേരത്തെ വലിച്ചതാ. 50 രൂപ ഫൈൻ എടുക്കടോ, ഇല്ലെങ്കി ഇടിയം പാപ്പച്ചന്റെ സ്വഭാവം താൻ അറിയും. ചില്ലറയില്ല, 100-ന്റെ നോട്ടാ. അപ്പൊ ഇത് മതി. അല്ല സാറേ, ബാക്കി 50. ചില്ലറയില്ല. താനൊരു കാര്യം ചെയ്യ്, ആരും കാണാതെ ഒരെണ്ണം കൂടി വലിച്ചോ. എടീ, നമ്മുടെ ടിന്റുമോൻ എവിടെ? സ്കൂള് വിട്ട് വന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടതേ ഇല്ലല്ലോ. അവൻ പഠിക്കുകയായിരിക്കും, അടുത്ത ആഴ്ച എക്സാം അല്ലേ. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ഇപ്പൊ പഠിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേന്നെ, ഇപ്പൊ സ്കൂൾ വിട്ട് വന്നാൽ TV കാണാനൊന്നും പോകില്ല. റൂമിൽ കയറി വാതിലടച്ച് വായനയോട് വായനയാ. എടീ, അവനെ ഒന്നിങ്ങ് വിളിച്ചാലോ? പുസ്തകത്തിലേക്ക് നോക്കിയിരുന്ന പാവത്തിന്റെ കണ്ണ് വേദനിക്കുന്നുണ്ടാവും. പഠിത്തത്തിൽ വല്ലാതെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ വിളിച്ചാൽ തന്നെ അവനെ അറിയില്ല. എന്നാലും പാപമല്ലേടി, ചെറിയ കൊച്ചല്ലേ. കുറച്ചു നേരം വന്നിരുന്ന് TV കണ്ടോട്ടെ, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ ടിൻഡു? എടാ ടിൻഡു, ടിൻഡു നിന്നോടാ എഴുന്നേൽക്കാൻ പറഞ്ഞത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താ ഈ പറയുന്നത്? എടീ, ഇവ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹോ, ഇതിലും ഭേദം എന്നെ നാട് കടത്തുന്നതായിരുന്നു. നിന്റെ കയ്യിൽ 100 ചോക്ലേറ്റ് ഉണ്ട്. അതിൽ 92 എണ്ണം നിന്റെ അനിയൻ എടുത്തു. പിന്നെ എന്തുണ്ടാവും? നല്ല പൊരിഞ്ഞ തല്ലുണ്ടാവും.